ഏറ്റുമാനൂരുണ്ടായ കൂട്ടാത്മഹത്യയിൽ ഷൈനിയുടെ ഭർത്താവ് നോബിക്കും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ അന്ന് തൊട്ട് ഷൈനി ഭർത്താവ് നോബിയുടെ പീഡനം നേരിട്ടു. ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഷൈനിയെ നോബി വിളിച്ചു എന്നും ഷൈനിയുടെ പിതാവ് പറയുന്നു. മർദ്ദനത്തിനിരയായി ഷൈനിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും പോലീസ് കേസെടുക്കാൻ വൈകി. 15 ദിവസത്തിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി 12:30 മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറകിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതൊക്കെ നിന്ന് ഒരു കുഞ്ഞിനെ എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുക. അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സ്റ്റേഷനിലാണ്. അവിടെ എനിക്ക് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രാത്രി മകളെയും കൊണ്ട് വന്നത് 2:30 മണി രാത്രിയായപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ട് പിടിയെല്ലാം കിട്ടി എൻ്റെ പരുക്കുകളും കരിവാളിച്ച് കിടക്കുന്ന വേദനയും 3 സിസേറിയൻ കഴിഞ്ഞ പെണ്ണാണ് അതിനായിട്ട് ചവിട്ടിക്കൂട്ടിയത്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഏറ്റുമാനൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങൾക്ക് തിരക്കുവാണ്. അവിടുത്തെ ലേഡി ഡോക്ടർ മെയിനുള്ള പുള്ളിക്കാരത്തി എന്നെ പുറത്ത് നിർത്തിയിട്ട് അവിടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പരിശോധിച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാണെന്ന് പറഞ്ഞു. ആ ഇൻറ്റിമേഷൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇൻറ്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് വിട്ടെന്ന് പറയും, തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആ FIRന് ശേഷമാണ് ഒരു അവസരം എഴുതാനും. അപ്പോൾ അതിനൊക്കെ ഞാൻ എത്ര പ്രാവശ്യം തൊടുപുഴയ്ക്കും ഇവിടെയായിട്ട് എൻ്റെ മകളെയായിട്ട് നടന്നത്. എന്നിട്ടാണ് ഇതാകുന്നത്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡൈവറിയും സ്വർണവും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ 4 അവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുകയോ വരുകയോ ചെയ്തിട്ടില്ല. 4ാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ട് പോലും വന്നില്ല. അതിലെല്ലാം ഒത്തിരി. എന്നിട്ട് അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതൊന്നും ഒരു കാലത്തും തീരിയല്ല, എനിക്ക് പണിയും കിട്ടിയല്ല, എൻ്റെ കാര്യമില്ല, വേറെ അവള്. എന്നിട്ട് എൻ്റെ മക്കളൊക്കെ 1 ലക്ഷം രൂപ ഫീസ് വരെ അടച്ചിട്ടുള്ള N+6 പരീക്ഷ എഴുതാൻ. അത് ഓൺലൈനിൽ കൂടെ ഉള്ളത് ഇവിടെ ഇരുന്ന് വാട്സപ്പിന് ഈ ഇതിനകത്ത് ലാപ്ടോപ്പും ഒക്കെ വെച്ചിട്ട് ഞാൻ വൈഫൈ എടുത്ത് കൊടുത്ത് പഠിച്ചതിൻ്റെ നോട്ട് എഴുതി വെച്ചിരിക്കുക. ജീവനൊടുക്കാൻ മക്കളുമായി ഷൈനി വീട്ടിൽ നിന്ന് പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പുറമെ നിരന്തരമായിട്ടുള്ള പീഡനം, ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങളും സ്ഥിരീകരിക്കുന്ന രീതിയിൽ കൂടിയാണോ ഷൈനിയുടെ കുടുംബം പറയുന്നത്? അതാണോ ആരോപണം? ഈ വാട്സപ്പ് സന്ദേശം അയച്ചു നോബി ഇതിനു തൊട്ടു മുൻപ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതിലെല്ലാം വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് പറഞ്ഞത്, ഏത് തരത്തിലുള്ള മെസ്സേജാണ് അയച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ടോ? എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കുടുംബം? ഇത് കുടുംബത്തിന്റെ ആരോപണമാണ്. ഇങ്ങനെ നിനക്ക് മരിച്ചുകൂടെ എന്ന് ഷൈനിയോട് തലേദിവസം വാട്സപ്പ് വഴി ഈ നോബി ചോദിച്ചു എന്നുള്ളത്. എന്തായാലും പോലീസ് ഇക്കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഈ കഴിഞ്ഞ 1-2 ദിവസമായി കുര്യാക്കോസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വിശദീകരണമാണ് ഈ ക്രൂര പീഡനം സംബന്ധിച്ചുള്ളത്. ഇന്നിപ്പോൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഗുരുതരമായ കാര്യം, അതായത് ഈ ഒരു പീഡനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ നിലയിൽ, അതായത് ഷൈനിയെ ഏറ്റുമാനൂരിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് ഇന്റിമേഷൻ കൊടുത്തിട്ട് പോലും ഒരു കേസ് എടുക്കാൻ വൈകുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം. അതായത് ഈ ഒരു സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടക്കത്തിൽ ഈ സമയത്തല്ല, ഈ ഒരു 9 മാസം മുൻപുള്ള കാര്യമാണ്, ആ സമയത്ത് വീഴ്ച വരുത്തിയതായി ആരോപണം ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈനിയുടെ ആത്മഹത്യക്ക് പിന്നിലെന്ത്, ഈ മക്കളുമായി പോകാനുള്ള കാരണമെന്ത്, ഇതെല്ലാം വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈനിയുടെ ഈ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെതിരെ, അദ്ദേഹം വൈദികനാണ്, അദ്ദേഹത്തിനെതിരെയും ആരോപണങ്ങൾ പല ഘട്ടത്തിൽ പലയിടത്തുനിന്നും ഉയരുന്നുണ്ട്. ഷൈനിയുടെ കുടുംബം പക്ഷേ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അങ്ങനെ പറയുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഷൈനിയുടെ വീടിന് സമീപത്ത് തന്നെയാണ്. ഇതിന് പിന്നിലെ CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നമുക്ക് മുന്നോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്
ഷൈനിയുടെ വീട് ഉള്ളത്. ഈ വീടിൻ്റെ ഗേറ്റ് കടന്നാണ് തൊട്ടടുത്ത് ഏതാണ്ട് 300 മീറ്റർ മാത്രം അകലെയുള്ള റെയിൽവേ ട്രാക്കിലേക്ക് ഷൈനി പോകുന്നത്. ഇവിടെ നിന്ന് ഗേറ്റ് ഇറങ്ങി പിന്നീട് ഈ റോഡിൽ കൂടിയാണ് ഷൈനി ആത്മഹത്യ ചെയ്യാനായി കുട്ടികളുമായി പോയത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. എന്തായാലും അത്യന്തം ദാരുണമായൊരു സംഭവം എന്ന നിലയിൽ തന്നെയാണ് ഇത് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താനാകും, പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ് ഇക്കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു അന്തിമ വ്യക്തത വരുത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. അതായത് നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ ഈ ഷൈനിയുടെ കുടുംബമാണ് ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ ഇത്രയും കാലം ഈ പീഡനത്തിലൂടെ കടന്നു പോയപ്പോൾ ഏത് നിലപാട് ഷൈനിയുടെ കുടുംബം സ്വീകരിച്ചു? അവർ കൃത്യമായിട്ടുള്ള ഒരു പിന്തുണ കൊടുത്തോ? അതിൽ മറിച്ചൊരു അഭിപ്രായം എവിടെന്നെങ്കിലും വരുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. അത്തരം ചർച്ചകളും അത്തരം കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് 9 മാസം മുൻപാണ് ഷൈനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. പോയി ഈ വീട്ടിൽ താമസിക്കുന്നു. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ തൊട്ടടുത്തുള്ള തെള്ളകത്തെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുന്നു. ഈ 9 മാസത്തിന് ശേഷം ഈ ഉണ്ടായ ഒരു മെസ്സേജ് അല്ലെ ഒരു ഫോൺ കോൾ, അതായത് ഷൈനിയുടെ ഭർത്താവിൽ നിന്ന് അതിക്രൂര പീഡനം ഏറ്റിട്ടുള്ള ആളാണ് ഷൈനി. എന്നിട്ട് പോലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ പോലും നോബിക്കെതിരെ ഡിവോഴ്സ് നൽകുന്നില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പീഡനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, അയാൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നോ അത്തരത്തിൽ ഒരു കാര്യവും പറയുന്നില്ല. അയാളുടെ പീഡനം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ആത്മഹത്യയിലേക്ക് വഴിവെച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പോലീസ് ഗാർഹിക പീഡനവും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തി കേസെടുത്തിരിക്കുന്നത്. പക്ഷെ അത് മാത്രമാണോ കാരണമെന്ന സംശയം ബാക്കിയാണ്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട തരത്തിൽ ഈ അവസ്ഥയിൽ, പ്രത്യേകിച്ച് 2 കുട്ടികളുമായി ജീവിക്കുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയിൽ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പിന്തുണ എന്നത് സംബന്ധിച്ച് പല സംശയങ്ങളുമുണ്ട്. പോലീസ് ഇക്കാര്യവും പരിശോധിച്ചു വരികയാണ്. കാരണം സ്വന്തം വീട്ടിൽ സാധാരണ എല്ലാവരും സുരക്ഷിതരാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ വീട്ടിൽ 9 മാസം താമസിച്ച ശേഷം ആ വീട്ടിൽ നിന്ന് പുലർച്ചെ ഇറങ്ങി കുട്ടികളുമായി പോയി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ചില സംശയങ്ങളും ബാക്കിയാണ്. അത് സംബന്ധിച്ച് അയൽക്കാർക്കും മറ്റും പല വിവരങ്ങളുമുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ആരുടെയും മൊഴിയോ അത്തരത്തിൽ വിവരങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ ഷൈനിയുടെ പിതാവ് ഇതിന് തൊട്ടടുത്തൊരു കെയർ ഹോം ഉണ്ട്. ആ കെയർ ഹോം ഉടമ ചൂണ്ടിക്കാണിച്ച് ഷൈനി നേരത്തെ ആ കെയർ ഹോമിൽ ജോലി ചെയ്തിരുന്നതാണ്. പക്ഷെ ആ കെയർ ഹോമിനെതിരെ നിരന്തര പരാതി ഷൈനിയുടെ പിതാവ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഷൈനിക്ക് അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോലും പോകേണ്ടി വന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് പോലീസ് തന്നെയാണ്. പോലീസ് അന്വേഷണം തുടരുകയാണ്. ഞാൻ തിരികെ എത്താം ശ്രീജിത്ത്. ഏതായാലും വലിയ ആരോപണം ഷൈനിയുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിരിക്കുന്നത്. നിരന്തര പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നു ഷൈനിക്ക് എന്നുള്ളതാണ്. പോലീസ് ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച കാണിച്ചു എന്ന് പറയുന്നു. അപ്പോഴും ഇത്രയും കാലം ഈ പീഡനം ഉണ്ടാകുമ്പോൾ സ്വന്തം കുടുംബം കൃത്യമായ രീതിയിലുള്ള ഒരു പിന്തുണ കൊടുത്തിരുന്നോ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. ഷൈനിയുടെ അച്ഛൻ്റെ പ്രതികരണത്തിലേക്ക്. അവര് പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി 12:30 മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതക്കയിൽ നിന്ന് ഒരു കുഞ്ഞിനെ എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുക. അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സ്റ്റേഷനിലാണ്. അവിടെ ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രാത്രി മകളെയും കൊണ്ട് വന്നത് 2:30 മണി രാത്രിയായപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ടുപിടിയെല്ലാം കിട്ടി എൻ്റെ പരുക്കുകളും കരിവാളിച്ച് കിടക്കുന്ന വേദന 3 സിസേറിയൻ കഴിഞ്ഞ പെണ്ണാണ് അതിനായിട്ട് ചവിട്ടിക്കൂട്ടിയത്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഏറ്റുമാനൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങൾ ചെന്നിറക്കിയോ, അവിടുത്തെ ലേഡി ഡോക്ടർ മെയിനുള്ള പുള്ളിക്കാരത്തി എന്നെ പുറത്ത് നിർത്തിയിട്ട് അവിടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പരിശോധിച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാണെന്ന് പറഞ്ഞു. ആ ഇൻറ്റിമേഷൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇൻറ്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് വിട്ടെന്ന് പറയും, തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആ FIRന് ശേഷമാണ് ഒരു അവസരം എഴുതാനും. അപ്പോൾ അതിനൊക്കെ ഞാൻ എത്ര പ്രാവശ്യം തൊടുപുഴയ്ക്കും ഇവിടെയായിട്ട് എൻ്റെ മകളെയായിട്ട് നടന്നത്. എന്നിട്ടാണ് ഇതാകുന്നത്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡൈവറിയും സ്വർണവും
തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ 4 അവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുകയോ വരുകയോ ചെയ്തിട്ടില്ല. 4ാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ട് പോലും വന്നില്ല. അതിലെല്ലാം അവൾക്ക് ഒത്തിരി, എന്നിട്ട് അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതൊന്നും ഒരു കാലത്തും തീരിയല്ല, എനിക്ക് പണിയും കിട്ടിയല്ല, എൻ്റെ കാര്യമില്ല, വേറെ അവൾ. എന്നിട്ട് എൻ്റെ മക്കളൊക്കെ 1 ലക്ഷം രൂപ ഫീസ് വരെ അടച്ചിട്ടുള്ള N+6 പരീക്ഷ എഴുതാൻ. അത് ഓൺലൈനിൽ കൂടെ ഉള്ളത്. ഇവിടെ ഇരുന്ന് വാട്സപ്പിന് ഈ ഇതിനകത്ത് ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഞാൻ വൈഫൈ എടുത്ത് കൊടുത്ത് പഠിച്ചതിൻ്റെ നോട്ട് എഴുതി വെച്ചിരിക്കുക. ശ്രീജിത്തിലേക്ക് വീണ്ടും. ശ്രീജിത്ത്, അപ്പോൾ കുടുംബം പിന്തുണ കൊടുത്തോ എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിലും ഈ കേസെടുക്കാനായി പിറകെ നടക്കേണ്ടതായി വന്നു. 15 ദിവസത്തോളമാണ് പോലീസ് വെച്ച് നീട്ടിയത്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചും ഇങ്ങനെ നടക്കേണ്ടതായി വന്നു എന്ന് പറയുന്നു. കൃത്യമായിട്ടുള്ളൊരു വീഴ്ച. ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ കൊടുത്തിട്ടും FIR രജിസ്റ്റർ ചെയ്യാതെ 2 ആഴ്ചയ്ക്ക് മുകളിൽ നീട്ടിക്കൊണ്ടുപോയ ഒരു കൃത്യമായ ഒരു അനാസ്ഥ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് വ്യക്തമാണല്ലേ? വ്യക്തമാണോ എന്ന് ചോദിച്ചാൽ പിതാവിന്റെ ആരോപണമാണ്. അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്, അല്ലെങ്കിൽ പോലീസാണ് ഇക്കാര്യം പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ഇന്റിമേഷൻ പോകുന്നത്. കാരണം അതിന്റെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്നാണ് ഇങ്ങനൊരു വിവരം അറിയിക്കുന്നത്. പക്ഷേ അപ്പോൾ സ്വാഭാവികമായും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അപ്പോൾ അവിടെ നിന്ന് തൊടുപുഴയ്ക്കായിരിക്കും ഇന്റിമേഷൻ എന്ന് പറയുന്നത്. കാരണം തൊടുപുഴയാണ് ഈ നേരത്തെ കേസ് കൊടുത്തിട്ടുള്ളത്, അങ്ങോട്ടേക്ക് അയച്ചു എന്ന് പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ കിട്ടിയില്ല എന്ന് പറയുന്നു, വീണ്ടും ഇവിടേക്ക് വരുന്നു. അങ്ങനെ 10-15 ദിവസത്തിന് ശേഷം FIR ഇടുക എന്ന് പറഞ്ഞാൽ എന്തോ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പിതാവ് കുര്യാക്കോസ് ആരോപിക്കുന്നത്. തീർച്ചയായും പോലീസിന് അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടോ, പോലീസ് എന്തുകൊണ്ട് ആരുടെയെങ്കിലും സ്വാധീനത്തിന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റുമാനൂർ പോലീസ് വ്യക്തത വരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ കോട്ടയം പോലീസും തൊടുപുഴ പോലീസും ഒക്കെ വ്യക്തത വരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇനി എന്നിരുന്നാൽ തന്നെയും അത് ഈ പിതാവ് പറയുന്നത് വിശ്വസിച്ചാൽ തീർച്ചയായും അതൊരു വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരു കാര്യമാണ്, അതൊരു പഴയ കാര്യമാണ്. അത് ഇപ്പോഴത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് ചോദിച്ചാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അയാൾ അന്ന് കേസെടുത്തിട്ടും പിന്നീട് ഹൈക്കോടതി പോയി ജാമ്യമൊക്കെ തേടിയാണ് അയാൾ പുറത്ത് കഴിഞ്ഞിരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ പെട്ടെന്നുണ്ടായ ആത്മഹത്യക്ക് കാരണം എന്താണ്, അത് നോബി മാത്രമാണോ എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നോബി ഈ ഒരുമിച്ചുണ്ടായിരുന്നില്ല, നോബി നിസ്സഹകരിക്കുന്നു എന്ന കാരണമാണ് പറയുന്നത്. ഈ ഷൈനിയെ സംബന്ധിച്ചൊരു ജോലിയില്ല എന്നുള്ളത് ഒരു കടുത്ത വിഷാദത്തിന് കാരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിലൊക്കെ വ്യക്തമാകുകയും ചെയ്യുന്നത്. എന്തായാലും അതെല്ലാം അവിടെ നിൽക്കുകയാണ്. ഇനി അറിയേണ്ടത് ഇതിലെന്താണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ശ്രീജിത്ത്, നോബിയെ മാത്രം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം എന്ന് കരുതുക വയ്യ അല്ലെ? സ്വാഭാവികമായിട്ട് ഈ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളോട് ഷൈനിയുടെ അച്ഛൻ പ്രതികരിച്ചത് തന്നെ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്താണ് മകളെ കെട്ടിച്ചു വിട്ടതെന്നാണ്. ഇപ്പോൾ അദ്ദേഹം ഈ തരത്തിൽ പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടുകൂടിയാകാം, മറ്റൊരു വഴിയുമില്ല എന്ന് ഷൈനിക്ക് തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള നോബിയെ മാത്രം കേന്ദ്രീകരിച്ചല്ല അന്വേഷണം പോലീസിന്റെ, അങ്ങനെയാണോ കരുതേണ്ടത്? പോലീസ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചിലരെങ്കിലും ഈ ഷൈനിയുടെ പിതാവ് ഉന്നയിക്കുന്നില്ല, പക്ഷെ ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നത് വൈദികനായ നോബിയുടെ ജ്യേഷ്ഠന്റെ കാര്യമാണ്. ബോബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ വൈദികനാണ്. അദ്ദേഹവും ഈ ഒരു കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടേണ്ട ആളാണ് എന്നൊക്കെയുള്ള ആരോപണം വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പലരുടെയും ആരോപണങ്ങളാണ്, അതല്ലാതെ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊക്കെ സ്ഥിരീകരിച്ച് അതിൽ കണ്ടെത്തേണ്ടത് പോലീസ് തന്നെയാണ്. ചില ആശുപത്രികൾ ജോലി നൽകിയില്ല എന്നുള്ള ആരോപണം, ഇതെല്ലാം വസ്തുത. ഈ ചില കുടുംബ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ആരോപണങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരാറുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രം പരിഗണിക്കേണ്ട ഒന്നാണോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഡിജിറ്റൽ തെളിവുകൾ, പ്രത്യേകിച്ച് ഈ ഏറ്റവും ഒടുവിൽ നോബി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നോബി ഷൈനിയുമായി സംസാരിക്കുമ്പോൾ ഈ കുട്ടികളെ കാണിക്കാത്തതിൽ ഉള്ള പ്രശ്നങ്ങളാണ് തർക്കങ്ങൾക്ക് കാരണമായത് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും തുറന്നു പറയുന്നില്ല. കാരണം ഇത് അന്വേഷണ ഘട്ടത്തിൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായ ശേഷമായിരിക്കും ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് അന്തിമമായൊരു വ്യക്തത വരിക. നിലവിൽ എന്തായാലും നോബിയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. നോബി ഇതിൽ പ്രതിയാക്കപ്പെടേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതുമായ ആളാണ്. പക്ഷേ ഷൈനിയുടെ ആത്മഹത്യക്ക്
ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്, തനിക്ക് ആരുമില്ല എന്നൊരു തോന്നലിലേക്ക് ഷൈനിയെ കൊണ്ടെത്തിച്ചത്, ഈ പുലർച്ചെ ഈ സമയത്ത് എത്തിച്ചത് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ചേർത്ത് വായിക്കേണ്ട ഒന്ന്, ഷൈനിയുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ നോബി ഡിവോഴ്സ് നൽകുന്നില്ല എന്നൊരു കാരണം മാത്രമാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സമീപ ദിവസങ്ങളിലും നോബി പീഡിപ്പിക്കുന്നെന്നോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു പരാമർശമില്ല. ഇപ്പോൾ ഷൈനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്നാണ് ഈ ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. സ്വാഭാവികമായും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പുറത്തു വരേണ്ടതാണ്. പക്ഷെ ഇതുവരെയുള്ള കാര്യത്തിൽ അങ്ങനെയൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷൈനിയെ സംബന്ധിച്ച് ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചതിന് കാരണങ്ങൾ പലതുണ്ടാകാം. അത് പോലീസാണ് വ്യക്തത വരുത്തേണ്ടത്. റൈറ്റ്. ഏതായാലും ചോദ്യങ്ങൾ പലതാണ് ഉയരുന്നത്. വേണ്ടപ്പെട്ടവർ കൃത്യമായ തരത്തിലുള്ള പിന്തുണ നൽകിയോ എന്നുള്ളൊരു ചോദ്യം പോലും ഉണ്ട്. പോലീസിന്റെ അനാസ്ഥ ചോദ്യം ചെയ്യപ്പെടുന്നു. നോബിയെക്കുറിച്ച് മാത്രമല്ല പോലീസ് അന്വേഷിക്കുന്നത് എന്നുകൂടിയാണ് ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ ഇനി. കവിത